തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ സെന്റർ ലഭിച്ച പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ യാത്രാമധ്യേയാണ് പരീക്ഷ റദ്ദാക്കിയ വിവരം അറിയുന്നത്. ഇവരുടെ പ്രതികരണങ്ങളിലേക്ക്. എക്സാം എഴുതാനായിട്ട് ഏകദേശം 500 കിലോമീറ്റർ ദൂരെയുള്ള മയിലാടുതുറ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും നാളെ രാവിലെ എക്സാമാണ്. അപ്പോൾ രാത്രി 10 മണിക്ക് ന്യൂസിൽ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ എക്സാം മാറ്റി വെച്ചത്. ഇന്ന് രാത്രി പറയുകയാണ് നാളെ നിങ്ങളുടെ എക്സാം ഇല്ല. ഞങ്ങളുടെ സമയനഷ്ടം, ഞങ്ങളുടെ പൈസ നഷ്ടം. ഈ ഒഫീഷ്യൽ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി നേരത്തെ അറിയിച്ചിട്ടില്ല. അതാണ് ഇതിനെപ്പറ്റി ഏറ്റവും മോശമായിട്ട് പറയാനുള്ളത്. ഞങ്ങൾ പെരുവഴി നിൽക്കുന്ന സമയത്താണ് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ തിരിച്ചു പോകണമെന്ന്. ഞങ്ങൾ ഓപ്ഷൻ വെച്ച സെൻറ്റർ പോലും അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. എന്തൊക്കെയോ റീസൺസ് പറഞ്ഞുകൊണ്ടാണ് അവർ നമുക്ക് മയിലാടുതുറ എന്നുള്ള സെൻറ്റർ തന്നത്. അപ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ 32,000 രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടാണ് വണ്ടി വിളിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്നതിൻ്റെ പെരുവഴിയിൽ വെച്ച് ഈ പാതിരാത്രി ഇങ്ങനൊരു ന്യൂസ് കേട്ട് എക്സാം മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ട്രാവലർ ബുക്ക് ചെയ്ത് ഇവിടെ വരെ എത്തിയതിനു ശേഷം രാത്രി 10:30 അറിയാൻ കഴിഞ്ഞത് എക്സാം മാറ്റി വെച്ചു. ഇങ്ങനെയുള്ള നടപടികൾ ഇത്രയും ഒരു ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഇനി അടുത്തും? മാത്രമല്ല, എക്സാമിനേഷൻ സെന്റർ മാറ്റി എന്നുള്ള ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാവരുടെ പേരിലും വന്നില്ല. എൻ്റെ പേരിലൊന്നും അങ്ങനെ ഇൻഫർമേഷൻ വന്നിട്ടേ ഇല്ല. ഞാൻ അപ്ലിക്കേഷൻ ഫോം കിട്ടുന്ന സമയത്താണ് ഇങ്ങനൊരു സെന്റർ നടന്നത്. അതുപോലെ കൊടുത്ത എനിക്ക് 500 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള മയിലാടുതുറയിൽ ഇതുവരെ കേൾക്കാത്ത ഒരു സെന്റർ കിട്ടിയിട്ട് ഞാൻ നടക്കാൻ പറയുന്നത്. പകുതി വഴി വെച്ച് ഇങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിപ്പോയി. ഞങ്ങൾക്ക് ഏത് മാത്രം പ്രകടിപ്പിച്ചാൽ പോലെ റീഫണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എക്സാം നടത്തിയാൽ തന്നെ അത് വീണ്ടും ഇതേ സെന്റർ ആണെങ്കിൽ വീണ്ടും നമ്മൾ ഇതേപോലെ വരാൻ നമുക്ക് കഴിയില്ല. ഓൾറെഡി 32,000 റുപ്പീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. വീണ്ടും ഇതേപോലെ എക്സാം മാറ്റി പുതിയ ഡേറ്റിൽ ഇതേ സെന്ററാണ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചത് വെറുതെയായി. വിഷയത്തിൽ പരീക്ഷ എഴുതാനിരുന്ന വിദ്യാർത്ഥിയായ അമൽജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമൽജിത്ത്, സെന്റർ എവിടെയായിരുന്നു ലഭിച്ചിരുന്നത്? പരീക്ഷ മാറ്റിവെച്ച കാര്യം എപ്പോഴാണ് അറിഞ്ഞത്? സെന്റർ തമിഴ്നാട്ടിലെ പോണ്ടിച്ചേരിക്ക് അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു കിട്ടിയിരിക്കുന്നത്. നമ്മളിതിനൊന്നും കേട്ടിട്ടുള്ള ഒരു സ്ഥലമല്ല. ആ സ്ഥലം നമുക്കത് ലാസ്റ്റ് നിമിഷം, എനിക്ക് ഇമെയിൽ ഒരു കൺഫർമേഷൻ പോലും വന്നിട്ടില്ല. അഡ്മിറ്റ് കാർഡ് കിട്ടിയ സമയത്താണ് ഞാൻ അറിയുന്നത് ഈ മയിലാടുതുറ എന്നൊരു സ്ഥലത്താണ് എനിക്ക് ഉള്ളത്. അത് എക്സാമിന് 2 ദിവസം മുന്നെയാണ് അറിയുന്നത്. അപ്പോൾ ലാസ്റ്റ് നിമിഷമാണ് ഒന്നാമത് ഈ സ്ഥലം തന്നെ നമ്മൾ അറിയുന്നത്. അപ്പോൾ കുറച്ച് പേര് കോളേജിൽ നിന്ന് ആൾക്കാർ ഒരു സ്ഥലത്തോട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നെസസറി അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആയിരുന്നു അത്. കുഴപ്പമില്ല, നമ്മുടെ PG പ്രിപ്പറേഷൻ ഉള്ളൊരു പരിപാടി ആയതുകൊണ്ട് നമ്മളത് കുഴപ്പമില്ല നമ്മൾ ചെയ്തു. പക്ഷെ നമ്മൾ രാത്രി ഏകദേശം പകുതി കൂടുതൽ ദൂരം കവർ ചെയ്ത് ഇവിടെ ഹൈവേ തഞ്ചാവൂരിനടുത്ത് എത്താറായപ്പോഴാണ് ന്യൂസിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നെന്ന് അറിയുന്നത്. അപ്പോഴും നമുക്ക് ഒഫീഷ്യലായിട്ടൊന്നും കിട്ടിയില്ല. ന്യൂസിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഇത് മാറ്റിവെച്ച കാര്യം. അമൽ, നിങ്ങൾ എത്ര പേരാണ് പരീക്ഷ എഴുതാനായിട്ട് ആ വണ്ടിയിൽ ഒരുമിച്ച് യാത്ര ചെയ്തത്? ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഈ PG പരീക്ഷയ്ക്ക് പോകാനിരുന്നതല്ലേ? ഒപ്പം യാത്രാ മധ്യയാണോ റദ്ദാക്കിയ വിവരം അറിയുന്നത്? ഇപ്പൊ തിരിച്ചു വരുന്ന വരവിലാണോ? തിരിച്ച് ഞങ്ങള് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എന്ത് ചെയ്യണം. അത് പരീക്ഷാ സെന്ററിൽ പോകണോ തിരിച്ചു വരണോ എന്ത്. ഒരു കുറച്ചു നേരം ഞങ്ങൾ ഒഫീഷ്യലി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചോ? ഇത് മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം? ഞങ്ങള് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, നാഷണൽ ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ നമ്പറിൽ വിളിച്ചു നോക്കി. അപ്പൊ ഇത് നമുക്കറിയില്ല, ഇപ്പോഴും ന്യൂസിൽ വന്നിട്ടുള്ള അല്ലാതെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് വെളിപ്പെടുത്തിയെന്ന് പറയുന്നു. പക്ഷെ അത്ര എപ്പോഴും നമുക്ക് ഇതിന്റെ ജെന്യുവിനിറ്റി അറിയില്ല. നമ്മള് കാണുന്ന നമ്പറിലെല്ലാം വിളിക്കാൻ നോക്കി, വിളിച്ചിട്ട് ഒരു നമ്പറിൽ നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല, കോൾ കണക്ട് ആവുന്നില്ല. ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ തുടരുകയാണെന്നാണല്ലോ പറയുന്നത്. പക്ഷെ പുനഃപരീക്ഷ ഏത് ദിവസം നടക്കുമെന്നൊന്നും അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ലല്ലോ. പിന്നീട് അറിയിക്കുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? പിന്നീട് അറിയിക്കുമെന്നാ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് മാത്രമല്ല, ഈ പുനഃപരീക്ഷയിൽ ഇതേ സെന്റർ തന്നെ ലഭിക്കുമെന്നതിൽ ഉറപ്പൊന്നുമില്ലല്ലോ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയൊരു പുനഃപരീക്ഷ നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ സ്ഥിതിക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും ടെസ്റ്റിംഗ് സെന്റർ സംഘടിപ്പിച്ചു തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരുന്നു.
ശരി അമൽ, വ്യക്തമാണ് കാര്യങ്ങൾ. തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ സെന്റർ ലഭിച്ച അമൽജിത്താണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആശങ്ക തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ഏറെ വൈകിയാണ് ഈ വിവരം അറിയുന്നത്. അതും ഔദ്യോഗികമായി അവർക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അമൽജിത്ത് പറയുന്നത്.